എന്നെ സംബന്ധിച്ച് വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വന്ന മനുഷ്യരാണ്. കേരളത്തിൽ നിന്ന് വന്ന ഞങ്ങൾ. ശരി, വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വന്ന മനുഷ്യരാ കേട്ടോ. കേരള ഭൂഖണ്ഡത്തിൽ നിന്ന് ചെന്ന ചേച്ചി, കേരളത്തിൽ നിന്ന് വന്ന ഞങ്ങൾ. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള പറഞ്ഞേ, സന്തോഷായി. ഇന്ത്യയിൽ നിന്ന് വന്ന മറ്റ് സഖാക്കളുണ്ട്. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. വിവാ ക്യൂബ എന്നുള്ള മുദ്രാവാക്യം വിളിച്ചപ്പോൾ പ്രസിഡന്റ് ആ യോഗം കഴിഞ്ഞിറങ്ങി താഴെ വന്ന് ഞങ്ങളുടെ അടുത്ത് നിന്നു. എന്നിട്ട് അപ്പൊ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് തോളിൽ തട്ടിയിട്ട് പറയുക, ചിന്തമോളെ നീ വെറും ചിന്തയല്ല, ചിന്ത വെന്തതാ നീ എന്ന്. അദ്ദേഹം ഞങ്ങൾ വിളിക്കുന്ന, ശരിക്കും ഞാൻ വിളിക്കുന്ന മുദ്രാവാക്യം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വിളിക്കുന്ന ഒരു ഭയങ്കരം തന്നെ. ആഴക്കൊലയുടെ 2 വരിയും കൂടെ അവിടെ വെച്ച് കാച്ചായിരുന്നു എങ്കിൽ തേങ്ങാക്കൊലയിൽ കൂടെ അവിടെ നിന്ന് ഒരു PhD എക്സ്ട്രാ കിട്ടിയേനെ. ഇത് തീർന്ന് വിവാ ക്യൂബ എന്നുള്ളതും ഹസ്താല വിക്ടോറിയ സിയംബ്രെ എന്നൊക്കെയുള്ള മുദ്രാവാക്യം ഞങ്ങൾ വിളിച്ചു കഴിയുമ്പോൾ ക്യൂബൻ പ്രസിഡന്റ് അവിടെ നിന്നിട്ട് ഒരു മുദ്രാവാക്യം തിരിച്ചു വിളിക്കുകയാണ്. അത് വീവ പാലസ്റ്റീന എന്നാണ്. പാലസ്റ്റീനയ്ക്ക് വീവ കിട്ടിയോ ചിന്ത ചേച്ചി? ഞങ്ങൾക്ക് ആകാംക്ഷ അടക്കാൻ പറ്റുന്നില്ല. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പാലസ്തീനോടുള്ള ഐക്യദാർഢ്യം ആ സദസ്സിൽ നിന്ന് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് രേഖപ്പെടുത്തുന്നു. ഒരു രാജ്യത്തിനോടുള്ള ഐക്യദാർഢ്യം മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റ് രേഖപ്പെടുത്തുന്നു. ഓ അത്ഭുതം! ഇതൊക്കെ അപ്പോൾ അന്ന് ഞാൻ ധരിച്ചിരിക്കുന്നത് കേരളീയ വസ്ത്രമാണ്. അതിൽ മാത്രം ഞങ്ങൾക്കൊരു പ്രതിഷേധമുള്ളൂ. പല പല രാജ്യങ്ങളിൽ നിന്ന്, ഫ്രാൻസിൽ നിന്നും റഷ്യയിൽ നിന്നും പല ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വന്ന ആളുകൾ പാചകം കഴിക്കാൻ വേണ്ടി എല്ലാത്തിനും നല്ല മിടുക്കാണ്.